മാഷേ, തൃശ്ശൂരിലെ CPM-ൻ്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെയൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ BJPക്ക് വലിയ തോതിൽ വോട്ടുകൾ മറിഞ്ഞെന്നും ഇതിന് പാർട്ടി നേതൃത്വം അവരുടെ തെറ്റ് ഇതിന് വലിയൊരു കാരണമാണെന്നായി വിലയിരുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വലിയൊരു തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു. ഒപ്പം അടിത്തട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, ഒരു ജനകീയ അടിത്തറ നഷ്ടമായിരിക്കുന്നു. ഇതൊക്കെ തിരിച്ചു പിടിക്കണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പ്രസക്തി എന്ന ചോദ്യങ്ങളൊക്കെ ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു പാർട്ടിയായി പാർട്ടി രൂപപ്പെടുകയും ചെയ്യും. ഒരു പാർട്ടി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തനം, ആ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ പ്രവർത്തനം അതവർക്ക് ഇഷ്ടമാകുമ്പോഴാണ്. ഇപ്പോൾ CPM-ൻ്റെ പ്രശ്നം CPM-ന് ഇഷ്ടമല്ല. കാരണം CPM-ൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഇഷ്ടമല്ല. CPM-ൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് വളരെ അകന്ന നേതൃത്വമാണ്. കുറേ നാളൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളിലൊന്ന് അത് ജനവിരുദ്ധമായി മാറും എന്നുള്ളതാണ്. അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ നേതാക്കൾ അധികാരപ്രമത്തരാവുകയും ജനങ്ങളോട് ധിക്കാരപൂർവ്വം പെരുമാറാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾ ഇന്ന് ഒരു പതുക്കെ അകലാനെടുത്തു. ഇപ്പോൾ തൃശ്ശൂരിലെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് ഈ അകൽച്ച മാത്രമല്ല പ്രശ്നം. നേതൃത്വം സമ്പൂർണ്ണമായി അഴിമതിക്ക് വിധേയമായ ഒരു ചരിത്രം കൂടി ഈ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സഹകരണ മേഖല തന്നെയാണ്. കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നതിൽ നടന്ന അഴിമതികൾ അതിൽ CPM നേതാക്കൾക്ക് നല്ല പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഞാൻ ഇന്നലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് കരുവന്നൂരുകാരനായ ഒരാൾ സംസാരിച്ചു. അദ്ദേഹം എന്നെ പരിചയപ്പെടുന്നത് നമ്മൾ ഈ ടെലിവിഷനിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാൾ എന്നാലൊക്കെ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി ഞാൻ CR നീലകണ്ഠൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണ്. കരുവന്നൂർ അദ്ദേഹത്തിൻ്റെ തറവാട്ട് പ്രദേശം. അപ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിന് പൈസ കിട്ടിയിട്ടില്ല. നിക്ഷേപിച്ച പൈസ 6 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് 3 ലക്ഷം രൂപയാണ് തിരിച്ചു കിട്ടിയത്. 3 ലക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി എന്ന് കിട്ടുമെന്നും അറിയാൻ പാടില്ല. ഇതാണ് അവിടുത്തെ പൊതുസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയിൽ പോയി അവർ ഈ പൈസ വാങ്ങാനായിട്ട് ശ്രമം നടത്തിയ സമയത്ത് കോടതി ഓർഡർ ഉണ്ടായിട്ടാണ് ഈ 3 ലക്ഷം തിരിച്ചു കൊടുക്കുന്നത്. കോടതി ഓർഡർ കൊണ്ട് ചെല്ലുന്ന സമയത്ത് നേതാക്കൾ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് രേഖാമൂലം അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ എന്ന് കിട്ടും അറിയാൻ പാടില്ല, കിട്ടുമ്പോൾ തരാം. അപ്പോൾ കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ രേഖ തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇതൊക്കെ വന്ന് പൈസ കൊടുത്തു. ഞാൻ പറയുന്ന ആ ഒരു സമീപനമുണ്ട്. ആ സമീപനം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ സമീപനമാണ്. അതായത് നമ്മൾ ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മളോട് മോശമായിട്ടുള്ള രീതിയിലാണ് പേര് നമ്മളുടെ പണം കൊണ്ട് എവിടെ ഇട്ടിരുന്നതാണ്. എന്നിട്ട് നമ്മൾ പണം ചോദിക്കുന്ന സമയത്ത് ആ പണം തരില്ല, അതിൻ്റെ പകുതി തരാനായിട്ട് കോടതി പറഞ്ഞിട്ട് അതിന് കടലാസ് തരാതെ വൈകിപ്പിച്ച് എങ്ങനെ മനുഷ്യൻ നട്ടം തിരുത്താൻ പറ്റും? അത് ആലോചിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളായിട്ട് ആ നേതാക്കൾ മാറിക്കഴിഞ്ഞിരിക്കുക. അപ്പോൾ അവനെ കണ്ടാൽ CPM-നെതിരായിട്ട് ആളുകൾ വോട്ട് ചെയ്ത് കളയും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അത് അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മാത്രം കൊണ്ടല്ല സുരേഷ് ഗോപി ജയിക്കുന്നത്. CPM തോക്കാനുള്ള കാരണമാണത്. പക്ഷേ അത് സുരേഷ് ഗോപി ജയിക്കണമെന്നില്ല. പക്ഷേ സുരേഷ് ഗോപി എന്തുകൊണ്ട് അവിടെ ജയിച്ചു എന്ന് ചോദിച്ചാൽ ഈ സഹാക്കൾ തന്നെ പറയുന്ന കാരണങ്ങളിൽ 2 കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്ന് കോൺഗ്രസിൽ നിന്ന് വോട്ട് പോയി, ഒന്ന് അല്ലല്ല ഇവരുടെ ഭാഗത്തുനിന്ന് CPM-ൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രശ്നമാണ്. ഒന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വളരെയധികം വോട്ടുകൾ BJPക്ക് തൃശ്ശൂരിൽ തവണ നേടാൻ കഴിയും. 2 സ്ഥിരമായിട്ട് CPM-നെ വോട്ട് ചെയ്തിരുന്ന 7 വിഭാഗത്തിൽ നിന്നും ഒരു നല്ല ശതമാനം വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. അതിനൊപ്പം കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ പോയിട്ടുണ്ട്. ശരിയാണ്. എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്തു? സുന്ദരമായി ജയിച്ചു എന്നുള്ളതാണ്. ഇതാണ് പാർട്ടി സഹാക്കളുടെ വിമർശനത്തിൻ്റെ അടിത്തറ എന്ന് പറയും. BJP ജയിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം, സഹാക്കളുടെ പ്രശ്നം. സഹാക്കൾക്ക് പാർട്ടിയെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ പറയാൻ, അഭിമാനപൂർവ്വം പറയാനായിട്ട് ഒന്നുമില്ലാതെ ആക്കി ഈ നേതാക്കൾ എന്നാണ് അവർ പറയുന്നത്. അതാണുള്ള പ്രശ്നം അല്ലേ? വലിയ അഴിമതിക്കാരായിട്ട് പാർട്ടി നേതാക്കളൊക്കെ മാറി തീർന്നിരിക്കുന്നു.
മനുഷ്യപ്പറ്റില്ലാത്തവരായി മാറിയിരിക്കുന്നു. ദന്തഗോപുരവാസികളായി ചില്ലുകൂടാൻ കഴിയുന്നവരായിട്ട് നേതാക്കൾ മാറി. പാർട്ടിയുടെ തന്നെ പഴയ കാലത്തെ മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വാചകം എന്ന് പറയുന്നത്, ഒരു പാർട്ടി പ്രവർത്തകൻ എപ്പോഴും മത്സ്യം എങ്ങനെയാണ് ജലത്തിൽ സഞ്ചരിക്കുന്നത് അതേപോലെ ജനങ്ങളുടെ ഇടയിൽ പാർട്ടി പ്രവർത്തകൻ സഞ്ചരിക്കണം എന്നാണ്. ജലവും മത്സ്യവും തമ്മിൽ വിഭജനമില്ലാത്ത വേർതിരിവില്ലാത്തതുപോലെ പാർട്ടി നേതാവും പാർട്ടി പ്രവർത്തകനും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും തമ്മിൽ ഒരു വിഭജനവും പാടില്ല. അവരിൽ ഒരാളായിട്ട് തന്നെ നടക്കണം എന്നാണ് പറയുന്നത്. ഇത് പഠിപ്പിക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പഴയ കാലത്ത് നിരന്തരമായിട്ടുള്ള സ്റ്റഡി ക്ലാസ്സുകളുണ്ടായിരുന്നു. അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു കുടിലിൽ ചെന്ന് ചായ കുടിക്കുന്ന സമയത്തോ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ മറ്റോ ഒക്കെ അവരെന്താണോ കഴിക്കുന്നത് അതാണ് നേതാക്കന്മാർ കഴിച്ചിരുന്നത്. അങ്ങനെ കഴിക്കുന്ന രീതിയിലൂടെയാണ് ഈ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ എന്ത് ചെയ്യുന്നത്, ആ കുടുംബത്തിൻ്റെ ഒരു പാർട്ടാണ്, ഭാഗമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസം നേടി അങ്ങനെയാണ് പാർട്ടി വളർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവന്മാരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഇവന്മാർ മുഴുവനും വലിയ സമ്പന്നരും ആഢ്യരും പ്രമാണിമാരും ഒക്കെ ആയിട്ട് മാറി സാധാരണക്കാരൻ്റെ മേൽ കുതിര കയറുന്നതായിട്ടുള്ള സംവിധാനമായി മാറി. അങ്ങനെയുള്ള പാർട്ടി പൊളിഞ്ഞ് പാളീസാവും, ജനവിരുദ്ധരായിത്തീരും. അവരുടെ വോട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർക്കെതിരെ ചെയ്യും. ഇതിനെല്ലാത്തിനും ഉപരി ഈ പാർട്ടിക്ക് നേരിട്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രീണനം, പ്രത്യേകിച്ചും മതതീവ്രവാദികളെ പാർട്ടി പ്രീണിപ്പിക്കുക. ശക്തമായ സഖാക്കളുടെ ഈ ഒരു പോരാട്ടം തീവ്രവാദത്തിനെതിരെ സംഭവിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളെ വല്ലാതെ തൃപ്തിപ്പെടുത്തുക, പ്രീണിപ്പിക്കുക. ഇങ്ങനൊരു ക്യാമ്പയിന്, ഇങ്ങനൊരു പ്രചരണം വളരെ വ്യാപകമായിട്ട് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയിട്ടില്ലേ ശരിക്കും? അല്ല, മുസ്ലിം പ്രീണനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-നെതിരെ ഉയർന്നു വന്ന ന്യൂനപക്ഷം എന്ന് പറയുന്ന വാക്ക് മാറ്റി വെക്കുക, കൃത്യമായിട്ട് പറയും. അത് മുസ്ലിം പ്രീണനമാണ് എന്നുള്ളതാണ് അവർക്കെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായത്. ആ ആരോപണം വരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സഖാവ് ഇളമരം കരീം, അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വെച്ചപ്പോൾ തന്നെ അതിൽ കയറിക്കൂടിയൊരു വാചകം ഇതാണ്, കരീമിക്ക എന്നാണ്. അത് വാചാലമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണത്. കാരണം ഇയാൾ മുസ്ലിമാണ്, അതുകൊണ്ട് ഇയാൾക്ക് വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസായി, ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറി. അതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്ന പ്രീണന പോസ്റ്റർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൂടാണ്ട് എത്രയോ കാര്യങ്ങളിൽ ഈ പ്രീണനങ്ങളുണ്ടാകുന്നു. പിന്നെ SFI, DYFI, മറ്റ് മേഖലകളിലൊക്കെ തന്നെ മുസ്ലിം സഹാക്കൾ വന്നാൽ ഉടനെ അവരെന്ത് ചെയ്യും, സ്വീകരിച്ച് ആനയിച്ചവരെ ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊന്നുമല്ല അങ്ങനെയാണ്. കാരണം വെച്ചാൽ ഇതൊരു അടിസ്ഥാനപരമായി ഹിന്ദു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിൽ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ ആ പോരാട്ടങ്ങളുടെ മുന്നണിയിൽ നിന്നിരുന്നതൊക്കെ ഈഴവരാതി കീഴ്ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ രക്തസാക്ഷിത്വമൊക്കെയാണ് പുന്നപ്ര പോലെയുള്ള പ്രദേശത്ത് വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു അന്നത്തെ സാമൂഹ്യ അധസ്ഥിതാവസ്ഥക്കെതിരെ പോരാടിയ പാർട്ടി എന്ന നിലയ്ക്ക് അവർ വളർന്നു വരികയും അങ്ങനെ അവരുടെ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിന്ദു ബേസായി നിൽക്കുകയും ചെയ്യും. മുസ്ലിങ്ങളെതിരായിരുന്നു, ക്രിസ്ത്യാനികളും എതിരായിരുന്നു. പഴയ കാലത്ത് ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് പോയി കഴിഞ്ഞാൽ അയാൾ മരിച്ചാൽ പള്ളിയുടെ സെമിത്തേരിയിൽ അയാളെ മറവ് ചെയ്യില്ല, കൊണ്ടുപോട അവനെ തെമ്മാടിക്കുഴിയിൽ എന്നാണ് പള്ളിയിലെ അച്ഛൻ പ്രഖ്യാപിച്ചിരുന്നത്. അത്രമാത്രം വൈരാഗ്യമാണ് കമ്മ്യൂണിസത്തോട് ഈ ക്രൈസ്തവർ കാണിച്ചത്. ഇതിന് സമാനമായ സമീപനം തന്നെയാണ് മുസ്ലിങ്ങൾക്കും ഉണ്ടായത്. പക്ഷേ എന്നാലും അന്ന് പല മുസ്ലിങ്ങളും പല ക്രിസ്ത്യാനികളും ഇതൊക്കെ സഹിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഹാക്കളായിരുന്നു. അവർക്ക് ഒരു വർഗീയതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ പാർട്ടി തന്നെയാണ് ഈ മുസ്ലിം സഹാക്കൾക്കും ക്രിസ്ത്യൻ സഹാക്കൾക്കൊക്കെ ജാതി പതിച്ചു കൊടുത്ത് അവരെ ജാതിക്കാരാക്കി മാറ്റി വർഗീയതയിലേക്ക് വന്ന് വർഗീയത നോക്കി വോട്ട് ശേഖരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങി. അത് ഈ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനം ശക്തമായി നേതൃത്വത്തിൻ്റെ തലക്കടിയേറ്റപ്പോഴാണ് നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, SDP-ക്കെതിരെ, മുസ്ലിം തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് വരെ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സമീപനം ഇപ്പോൾ CPM നേതൃത്വം എടുക്കാനായിട്ട് തയ്യാറായത് ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിരുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് CPM മുന്നണിയിലേക്ക് വരുമെന്നാണ് കരുതപ്പെട്ടത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും നടത്തിക്കൊണ്ടിരുന്നതാണ്.
അപ്പോൾ അതാ പ്രീണന സ്വഭാവം എന്ന് പറയുന്നത് പാർട്ടിയുടെ തനത് രാഷ്ട്രീയ സ്വഭാവത്തെ നശിപ്പിക്കും എന്ന തിരിച്ചറിവ് സാധാരണക്കാരായിട്ടുള്ള സഹാക്കൾക്ക് ഉണ്ടാവുകയും അത് പിണറായി വന്നതിന് ശേഷമാണല്ലോ അത് പിണറായി വന്നതിന് ശേഷം, പിണറായി മാത്രമല്ല മലബാറുകാർക്ക് പൊതുവെ മുസ്ലിം പ്രേമം പണ്ടും കൂടുതലാണ്. ഇപ്പോൾ എം വി രാഘവൻ അദ്ദേഹത്തിനകത്ത് വലിയ തരത്തിലുള്ള വിമതത്വം നടത്തിയ സമയത്തൊക്കെ ഈ മുസ്ലിങ്ങളെ കൂടെ നിർത്തണം എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, മലബാറുകാർക്ക് പൊതുവെ അങ്ങനത്തെ ഒരു സമീപനമുണ്ട് ശരിക്കും പറഞ്ഞ്. ഇപ്പുറത്തുള്ളവരാണ് തിരുവാൻകൂർ, തെക്കൻ തിരുവാൻകൂർ പ്രദേശത്തുള്ളവർക്ക് ആ ആഭിമുഖ്യമൊന്നും അവർക്ക് തീരെയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാഷ് പാർട്ടിക്കകത്ത് ശക്തമാണ്. ആ ക്ലാഷാണ് ഈ തെക്കൻ തിരുവാൻകൂർ പ്രദേശത്ത് നിന്ന് വലിയ തോതിൽ ഈഴവ വോട്ടുകളെ ഒലിപ്പിച്ച് കളഞ്ഞു. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് പുതിയ തരത്തിലേക്ക് CPM അവരുടെ തെറ്റ് തിരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം ആയിട്ടാണ് ഈ തീവ്രവാദി സംഘത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയപ്പെടുന്നത്.